മണിക്കൂറിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അതിശക്തമായ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്ക് സാധ്യത. ഓണത്തിന് ഇനി വെറും 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ തന്നെ മഴ കനക്കുന്നതിൽ ജനങ്ങൾക്ക് ആശങ്ക പ്രകടമാകുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ടാണ് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഉത്രാട ദിനത്തിൽ 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും പ്രത്യേക അലേർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഓഗസ്റ്റ് 23 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിൽ നേരിയതോ മിതമായതോ ആയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 23, 24, 25 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 7 ഇടത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. നാളെ 8 ഇടത്തും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം FH മുതൽ മുറുവക്കാട് വരെ, തൃശൂർ അറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, ഈ ജില്ലകളിൽ ഈ തീരങ്ങളിലെല്ലാം തന്നെ രാത്രി 11:30 മുതൽ ഏകദേശം 12 മണിയോടുകൂടി തന്നെ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നതാണ് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതേസമയം കാലാവസ്ഥാ വ്യതിയാനത്തിനും എൽ നീനോ പ്രതിഭാസവും കാരണം ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കടുത്ത അനിശ്ചിതത്വത്തിലാണ്. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത പ്രളയ സമാനമായ സാഹചര്യമുള്ളപ്പോൾ മറ്റു ചിലയിടങ്ങളിൽ കടുത്ത മഴ കമ്മി നേരിടുകയാണ്. ഡൽഹി അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ കനത്ത മഴ പ്രവചിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രായോഗികമായി മഴ കുറയുകയും അന്തരീക്ഷത്തിന്റെ താപനില 34 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി തന്നെ തുടരുന്നത് അതുവഴി കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രമുഖ സ്വകാര്യ കാലാവസ്ഥാ ഏജൻസിയായ സ്കൈമെന്റിന്റെ കണക്കനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്ത് 13% മഴ കമ്മി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദങ്ങളുടെ കുറവ് കാരണം ഇത്തവണ മൺസൂൺ സാധാരണയേക്കാൾ 15% അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് സ്കൈമെറ്റ് മെറ്റീരിയോളജി വൈസ് പ്രസിഡന്റ് മഹേഷ് പലാവത്ത് വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അനുകൂലമാകുമെന്നും അത് എൽനീനോയുടെ ആഘാതം കുറയ്ക്കുമെന്നും കരുതിയിരുന്നു എങ്കിൽ പോലും നിലവിൽ അത് ന്യൂട്രൽ അവസ്ഥയിലേക്ക് മാറിയതായി തന്നെ, അത് തിരിച്ചടിയായതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തൽമൂലം ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെ ശേഷിക്കുന്ന ദിവസങ്ങളിൽ മികച്ച മഴ ലഭ്യമാകാൻ സാധ്യത കുറവാണ് എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.